ഹലോ ഗായ്സ്, അപ്പോൾ ഇതൊരു മഴ ദിവസമാണ് കേട്ടോ. സാറ്റർഡേ ആണ്. അപ്പോൾ അച്ഛനമ്മ തലേദിവസം വന്നിട്ടുണ്ടായിരുന്നു. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറണ്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മഴയൊക്കെ പെയ്തിട്ട് രാവിലെ എണീറ്റിട്ട് നോക്കിയതാണ് പുറത്ത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇവിടെ മഴ പെയ്യുന്നത്. മഴ പെയ്തതിന് ശേഷം നല്ല രസമാണ്. രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ. അങ്ങനെ അച്ഛനും അമ്മയും പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ. എന്താ വെച്ചാൽ തലേദിവസം വന്ന് പിറ്റേ ദിവസം അവർ പോകാൻ നിൽക്കുകയാണ്. ഈ വീട് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞവർക്ക്. നല്ല രസമല്ലേ, കാരണം ചുറ്റും നല്ല നിറച്ച് മരങ്ങളും ചെടികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നടക്കാനിറങ്ങുമ്പോൾ നമ്മുടെ കോക്കോയി എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ഒന്ന് എണീറ്റ് ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് നടക്കാം. മഴ പെയ്ത കാരണം കൊണ്ട് തന്നെ മണ്ണിനൊക്കെ നല്ല ഇങ്ങനെ എന്താ പുറത്തിറങ്ങി ഭയങ്കര ഒരു രസം. അപ്പോൾ കോക്കോയും വന്നു കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ അവളിങ്ങനെ എൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ മയിലിങ്ങനെ നടന്നിങ്ങനെ പോകണു വീടിന് മുന്നിൽ കൂടെ. നല്ല രസമല്ലേ. അപ്പോൾ ഗേറ്റ് തുറന്നപ്പോൾ കോക്കോയും അങ്ങോട്ട് പോയി. അപ്പോൾ അമ്മ കോക്കോനെ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അച്ഛനമ്മയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം വിളിക്കുന്ന പ്രതിഭേൻ്റെ ഓട്ടോയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതേ ആളിവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വരുന്നത്, അത് കാരണം വഴി അറിയില്ല. ഞങ്ങൾ ഏകദേശം വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ കൈ കൊണ്ട് കാണിച്ചതാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വീട്ടിലെത്തി, വണ്ടി തിരിച്ചു. അങ്ങനെ അച്ഛനമ്മയും കയറിപ്പോയി. അപ്പോൾ സൺഡേ അവരോട് വരാനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും. അപ്പോൾ അച്ഛനമ്മയും നോക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അച്ഛനമ്മ പോയതിന് ശേഷം ഞാൻ വിചാരിച്ചു വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി രാവിലത്തെ പണികളൊക്കെ ഒന്ന് വേഗം വേഗം കഴിപ്പിച്ച് വെക്കാം. തയ്ക്കാനുണ്ട്, അതിനിരിക്കണം. അപ്പോൾ ചോറും കറിയൊക്കെ റെഡിയാക്കണം. അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇത് രാവിലെ ചോറാണ് കേട്ടോ കഴിച്ചത് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. ഇച്ചിരി എന്താ പറയുക, നേരം വൈകിട്ടാണ് കുട്ടി എണീറ്റത്. അപ്പോഴേക്കും ഇതേ ശിവു നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഒരു സമയത്ത് അതേ ഇവിടെ നല്ല കളി തുടങ്ങി. മഴയൊക്കെ മാറി, മഴയുടെ ആ ഒരു ഇതൊക്കെ മാറി വെയിൽ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഉച്ചയാവണ ആ സമയമാവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശിവു നല്ല കളിയാണ് കേട്ടോ. എന്താ പറയുക, അവൾക്ക് ടോയ്സൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞൊരു സ്ഥലത്തിരുന്ന് കളിച്ചോ, അമ്മ ഇവിടെ വന്നിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉമ്മറത്ത് ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ്. ഫുള്ള് പരത്തിയിടും, അതാണ് മെയിൻ. പരത്തിയാലും കുഴപ്പമില്ല, ഇങ്ങനെ ഫോൺ കളി ഇതൊന്നും വേണ്ട. സാധനങ്ങളൊക്കെ ഇട്ട് കളിക്കാൻ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, മേടിച്ചു തരാം. ഇതാണ് ഇവിടെ. അപ്പോൾ പട്ടിക്കുട്ടി അപ്പോഴേക്കും ഓരോന്ന് വയലിട്ട് അവളുടെ ഒരു പാവയുടെ ഒരു തല അതാണ് കേട്ടോ അത്. അപ്പോൾ അത് എടുത്തിട്ട് വലിച്ചിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അത് വായിൽ വെച്ചിട്ട് കളിക്കായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങോട്ട് ഊരിയെടുത്തു വായേന്ന്. അങ്ങനെ പട്ടിക്കുട്ടി വേറെ വഴിക്ക് കളിക്കുന്നുണ്ട്, നമ്മുടെ ശിവാപ്പി വേറെ വഴിക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു തയ്ക്കാനിരിക്കാമെന്ന്. അപ്പോൾ വൈകുന്നേരം ഒരു 5 മണി 5:30 ആകുമ്പോഴാണ് കൊറിയർ അയക്കാൻ പോവുക. അപ്പോൾ അത് എൻ്റെ കൂടെ റൂമിൽ ഇവരോട് വന്നിരിക്കാൻ പറയും. ഇവർ നോർമലി ഇവിടെ വന്നിരിക്കും, ഞാൻ തയ്ക്കണ കാണുമ്പോൾ ഇവരിവിടെ വന്നിരിക്കും. പിന്നെ അവരവിടെ ഇരുന്ന് കളിച്ചോളും. അപ്പോൾ എനിക്ക് ഇവരെ സംസാരം കേൾക്കാം. പിന്നെ ഞങ്ങൾ കോക്കോനെയും കൊണ്ട് അവളെ കാണിക്കുന്ന ഒരു ക്ലിനിക്ക് ഉണ്ട്, നമ്മുടെ മുണ്ടൂരാണ്. അതായത് 7ാം കല്ല് കഴിയിനോട് കൂടിയിട്ടാണ് കേട്ടോ. അവിടെ തന്നെയാണ് കാണിക്കാറ്, പ്രൈവറ്റ് ആയിട്ടാണ് കാണിക്കാറുള്ളത്. അവിടെ പോയി അവൾക്കൊരു ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് നമ്മുടെ തുറയിൽ മീൻ കട ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മിക്കപ്പോഴും മേടിക്കാറുണ്ട്. അങ്ങനെ മീൻ മേടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. അപ്പോൾ അതേ ആയിട്ട് വീഡിയോ കോൾ ചെയ്തിരിക്കുകയാണ് കേട്ടോ ശിവു. കുഞ്ഞുവാവയുടെ വിശേഷം എന്താ, മേമ ഫുഡ് കഴിച്ചോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പിറ്റേ ദിവസം പറഞ്ഞ പോലെ അച്ഛനും അമ്മയും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയവരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ കോക്കോയും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 4 മണി ഞങ്ങൾ ചായ കുടിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ചായ കുടിക്കാൻ മറ്റേ ഇതുണ്ട്, കൊക്കോട ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഉമ്മർത്തിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അമ്മ പാക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞതൊക്കെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛനമ്മേനെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ്. ഒരു വൈകുന്നേരം ആവാറായിട്ടുണ്ട്. അച്ഛനമ്മേനെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ്. അതിന് മുമ്പ് എനിക്ക് തയ്ക്കാനുള്ളത് ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, വലിയ കാര്യമായിട്ടുള്ള വ്ളോഗൊന്നുമല്ല. അപ്പോൾ ഇനി ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരും കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകണം. പിന്നെ നമുക്കിന്ന് നെസ്റ്റോയിൽ പോകണം, ചേച്ചിയും ചേട്ടനും വരുന്നുണ്ട്.
പിന്നെ ഫാമിലി കൂടെ ഉള്ളപ്പോൾ നല്ലൊരു രസമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മളൊറ്റയ്ക്കല്ലല്ലോ, എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് നമുക്ക്. കുട്ടുവിനാണ് മെയിൻ നിർബന്ധം. അച്ഛനമ്മേനെ വിളിക്കണം, ഇങ്ങോട്ട് കൊണ്ടുവരണം, അവർ കുറേ നേരം ഇരുത്തണം, നിർത്തണം. എപ്പോഴും എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, അച്ഛനമ്മേനെ വിളിക്കുക, അച്ഛനമ്മേനെ വിളിക്കുക. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് പറഞ്ഞിട്ട് ചിലപ്പോൾ എന്നോട് തല്ലുവിടും. അപ്പോൾ അങ്ങനത്തെ ഒരു ആളാണ് കുട്ടു. അവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേച്ചിയും ചേട്ടനും വരായാലും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കുട്ടു നല്ല പണിയിലാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കാര്യം എന്താണെന്ന് ഞാനിപ്പോൾ പറയാം, അല്ലെങ്കിൽ അവൻ തന്നെ പറയും. എന്തായാലും നമുക്ക് കേട്ടോ കേട്ടോ. നെന്മാറ വല്ലെങ്കിൽ വെടിക്കെട്ടിന് പോയതാണ്. ഷൂവിൻ്റെ അവസ്ഥ വരണവർ പോണവരൊക്കെ ചവിട്ടായിരുന്നു. ഇതില് പറയാനെന്നാ പിന്നെ തല്ലോട്ടായി. ചെറിയൊരു മാറ്റം ഉണ്ടല്ലോ രണ്ടും വെച്ച് നോക്കുമ്പോ. ഉണ്ട് നല്ല കറക്റ്റ്. ഈ ഷൂവിന്റെ കളർ വൈറ്റ് ആണ് കേട്ടോ, നല്ല വൈറ്റാ. ഇനി ഗ്രേ കളർ ഷൂ ആയിട്ടിടാം. ചവിട്ടി അപ്പൊ ഞാൻ കാണിക്കണം ചോദിച്ചു. അപ്പൊ അപ്പറന്നൊരുത്തൻ ചെളി തെറിപ്പിച്ചു ഷൂ പാൻറ് മെക്കി. അല്ല, അതിന്റെ ഇടയിലൊന്നും പോയിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അന്ന് ഞാൻ കഴുകിയിട്ട് പോയതാണ്. ഒന്നാമത്തെ കാര്യം അവിടെ മഴ പെയ്തു. കഴുകിക്കോ. കണ്ടോ ഗൈസ്, ഇവിടെ മഴ പെയ്തിട്ട് വാഴ വീണു. പറയാം അല്ല, ഇപ്പൊ കണ്ടിണ്ടാവൂല. ഇപ്പൊ എന്താ ശിവ, മണ്ണ് തിന്നില്ലേ? മണ്ണ് തിന്നാൻ സമ്മതിക്കരുത് കേട്ടാ. ശിവു നീ നിനക്ക് ഓക്കോനെ കുറുമാണിക്കില്ല. അപ്പോൾ അവിടെ പേരയ്ക്ക മരങ്ങളുണ്ട് കേട്ടോ കുറേ. അപ്പോൾ ശിവുന് പേരയ്ക്ക വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പേരയ്ക്ക പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പേരയ്ക്ക പൊട്ടിച്ചു കൊടുത്തു കേട്ടോ. ആണോ? ഇത് ഇഷ്ടപ്പെട്ടോ പേരക്കായ? കഴിക്കാം നമുക്ക്. കട്ടി കൊടുക്കണ്ട. വേണമെങ്കിൽ കൊടുക്കാം അല്ലേ? വേണ്ട, എന്നെ മോൻ കഴിച്ചോ. അശോ, ഓക്കെ. കഴിച്ചോട്ടെ ശിവോ. അങ്ങനെ നമ്മൾ പേരയ്ക്കൊക്കെ കഴിച്ച് നേരെ അച്ഛനമ്മേനും വീട്ടിലാക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.